ഏതൊരു ആക്ഷനും സ്വാഭാവികമായ ഒരു റിയാക്ഷൻ ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷേ പുറത്തുനിന്ന് കളി കാണുന്നവർ പറയും, ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ, നീ അങ്ങോട്ട് പുറത്തുകള, അല്ലെങ്കിൽ അതങ്ങോട്ട് വിട്ടുകള, ഈ സങ്കടമൊക്കെ ഇത്തിരി നേരം കഴിയുമ്പോൾ അങ്ങ് തന്നെ മാറിക്കോളുന്നൊക്കെ. നിങ്ങൾക്കതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്നായിരിക്കും അന്നേരം നമ്മുടെ മനസ്സിൽ. പക്ഷെ സംഭവം ശരിയാണ് ഗൈസ്. ഞാനല്ല, ന്യൂറോ സയന്റിസ്റ്റുകളാണ് കേട്ടോ ഇത് പറയുന്നത്. അതായത് നമ്മളെ ആരെങ്കിലും തള്ളുന്നു, തിരിച്ചു തള്ളാനോ വേറെ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായി അതിനെ നേരിടാനോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ത്വര ഉണ്ടാകും. ആ ത്വര ഏകദേശം 90 സെക്കൻഡ് മാത്രമേ നിലനിൽക്കൂ എന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞു തരുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. സാധാരണയായി നമുക്കൊരു ഫീൽ ഉണ്ടാകുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡലയിൽ സപ്പോസ് ഒരു അലാം മുഴങ്ങുന്നു കരുതിക്കോളൂ. മറുപടിയായി നമ്മുടെ ശരീരം രാസവസ്തുക്കളുടെ ഒരു കോക്ടെയിൽ പുറത്തുവിടും. ഇതെല്ലാം നമ്മുടെ രക്തപ്രവാഹത്തിലൂടെ കുതിച്ചുയർന്ന് വർദ്ധിച്ച ഹൃദയമിടിപ്പ്, വിയർക്കുന്ന കൈപ്പത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് പോലെയുള്ള ഒരു ഫീലിങ്സ് ഇല്ലേ, അതിനൊക്കെ കാരണമാവും. പക്ഷെ ഈ രാസ കുതിച്ചുചാട്ടം അങ്ങോട്ട് നിലനിൽക്കുന്നില്ല. ഇവ ഏതാണ്ട് 90 സെക്കൻഡ് കൊണ്ട് നമ്മുടെ രക്തപ്രവാഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. ഇൻ ഷോർട്ട്, ഒരു വെടിക്കെട്ട് അനുഭവപ്പെടും പോലെ. ആരംഭത്തിൽ തീപ്പൊരി, പിന്നെ അതിശയകരമായ പൊട്ടിത്തെറി, ഒടുവിൽ ചുങ്ങി മങ്ങി അങ്ങ് തീരും. കാര്യം നമുക്ക് വീണ്ടും ദേഷ്യമോ സന്തോഷമോ ഒക്കെ തോന്നിയേക്കാം. പക്ഷെ ശാരീരികമായ ആ പ്രതികരണം കുറഞ്ഞു കഴിഞ്ഞിരിക്കുമത്രേ. 90 നിമിഷങ്ങൾക്ക് ശേഷവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമെങ്കിൽ അതിനെപ്പറ്റി ഓർത്തോർത്ത് അത് വഷളാക്കാൻ നിൽക്കണ്ട, അതങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം.